അങ്കമാലി നാടകനിലയത്തിൻ്റെ അമരക്കാരനും മികച്ച സംഘാടകനും നടനുമായ ഔസേപ്പച്ചൻ അരങ്ങൊഴിഞ്ഞിട്ട് ഈ 2025 ഏപ്രിൽ 19 30 വർഷങ്ങൾ പിന്നിടുകയാണ്. 1995 ഏപ്രിൽ 19 അദ്ദേഹം അന്തരിച്ചത്. നാടിനകത്തും പുറത്തുമുള്ള നിരവധി പേർ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓഡിയോയിലൂടെയും വീഡിയോയിലൂടെയും സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവയിൽ ചിലത് ഇതാ. കേരളത്തിലെ സുപ്രസിദ്ധ നാടക രംഗപടം ആർട്ടിസ്റ്റ് ശ്രീ സുജാതൻ, സീരിയൽ സിനിമാ നടൻ ശ്രീ ജോർജ് കണക്കശ്ശേരി, നാടകനിലയം ജോമോൻ, നാടക സംവിധായകനും നിർമ്മാതാവും നടനുമായ ശ്രീ വക്കം ഷക്കീർ, നാടക സീരിയൽ സിനിമാ നടനും സംവിധായകനും നാടക നിർമ്മാതാവുമായ ശ്രീ പുളിയനം പൗലോസ്, നാടകനിലയത്തിൻ്റെ വീരശൃംഖല എന്ന നാടകത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിൻ്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ച ശ്രീ മാള രവി, നാടക നടൻ ശ്രീ കരുമം സുരേഷ്, രക്ഷകൻ, മാന്ത്രിക പൂച്ച, ക്രോസ് ബെൽറ്റ്, ബൂമറാങ് എന്നീ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നാടകനടി ശ്രീമതി ചേർത്തല ലേഖ, രസന തിയേറ്റേഴ്സിലും നാടകനിലയത്തിലും അഭിനയിച്ച ശ്രീമതി തൃശ്ശൂർ ജെസി, ക്ലരീഷ്യൻ സഭയുടെ ഈസ്റ്റ് ഏഷ്യ പ്രൊവിൻഷ്യൽ റവറൻഡ് ഫാദർ ജിജോ കണ്ടംകുളത്തി, സാംസ്കാരിക പ്രവർത്തകയും മോട്ടിവേറ്ററും സാഹിത്യകാരിയും വിമല കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ അനു പാപ്പച്ചൻ, പ്രശസ്ത മോട്ടിവേറ്ററും കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് KR സുമേഷ്, ഡോക്ടർ CM പീറ്റർ, 1970കളിൽ കലാരംഗത്ത് തിരുമുടിക്കുന്നിൽ നിറസാന്നിധ്യമായിരുന്ന ശ്രീ CM ജോസഫ്, സത്യദീപം എഡിറ്റർ ശ്രീ ഷിജു ആച്ചാണ്ടി, സാംസ്കാരിക പ്രവർത്തകനും കവിയുമായ ശ്രീ ജോയ് ജോസഫ് ആച്ചാണ്ടി, ചിരി യോഗ ക്ലാസ് ട്രെയിനറും ഔസേപ്പച്ചൻ്റെ ആരാധകനുമായ ശ്രീ KK ജോസ്, നാട്ടുകാരനായ ശ്രീ കുര്യാക്കോസ് പുതുശ്ശേരി തുടങ്ങിയവർ അവരിൽ ചിലരാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, നമസ്കാരം. എൻ്റെ പേര് ജെസ്സി എന്നാണ്. തൃശ്ശൂർ ജെസ്സി എന്നാണ് ഇപ്പോൾ സമിതികളൊക്കെ അനൗൺസ് ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരുമ്പൂർ എന്ന സ്ഥലത്താണ്. ഞാൻ അങ്കമാലി നാടകനിലയം എന്ന പ്രൊഫഷണൽ ഡ്രാമ ട്രൂപ്പിൽ എത്തുന്നത് 1984-85 കാലഘട്ടങ്ങളിലാണ്. അതിനു മുൻപ്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്, അമേച്ചർ നാടകങ്ങളിൽ ഞാൻ ഔസേപ്പച്ചനുമായിട്ട് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുമുടിക്കുന്ന് എന്ന സ്ഥലത്ത്, ഔസേപ്പച്ചൻ്റെ വീട് അവിടെയാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയിൽ വരുന്നില്ല. അവിടെ പള്ളി പെരുന്നാളിനും ക്ലബിൻ്റെ വാർഷികത്തിനും അതിരാത്രം എന്ന നാടകം ഒരുപാട് സ്ഥലങ്ങളിൽ അവിടെ ഞാൻ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഔസേപ്പച്ചനുമായി കുറേ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് നാടകനിലയത്തിൽ മാന്ത്രിക പൂച്ച എന്ന നാടകം, അതിഗംഭീരമായൊരു നാടകം അഭിനയിക്കാനായിട്ട് ഞാൻ എത്തുന്നത്. ആ നാടകം ഒരുപാട് സ്ഥലങ്ങളിൽ കളിച്ചിട്ടുണ്ട്. അതിൽ സുനിത എബ്രഹാം എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത്. വളരെ ഗംഭീര വേഷമാണ്, ഒരുപാട് ചെയ്യാനുള്ളൊരു വേഷമാണ്. ഔസേപ്പച്ചനും അതിൽ അഭിനയിച്ചിരുന്നു. അതുകൊണ്ട് ഔസേപ്പച്ചനായിട്ട് ഒരുപാട് വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ 1-2 വർഷത്തോളം അങ്കമാലി നാടകനിലയം എന്ന സമിതിയിൽ ഞങ്ങൾ ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്. ഔസേപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സംഘാടകൻ, നടൻ എന്നീ നിലകളിൽ ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള ആ മഹാപ്രതിഭ ഇത്രയും പെട്ടെന്ന് നമ്മെ വിട്ടുപോകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു എനിക്ക് ഔസേപ്പച്ചൻ. മരണവാർത്ത കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി.
എന്താണേലും ദൈവനിശ്ചയത്തെ തടയാൻ ആർക്കും കഴിയില്ലല്ലോ. എൻ്റെ ജീവന് തുല്യം ഞാൻ സ്നേഹിച്ച ഔസേപ്പച്ചന് നിത്യശാന്തി നേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജിസി.